അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. സമ്പന്നനും സത്യസന്ധനുമായ രാജാവ് നല്ല രീതിയിൽ നീതിപരമായിട്ട് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. ആ രാജാവിന് കുലീനനായ ഒരു അടിമ ഉണ്ടായിരുന്നു. രാജാവ് കൽപ്പിക്കുന്ന ഏത് കാര്യവും കൃത്യമായി നിർവഹിക്കുന്ന ഒരു അടിമ. ഒരു ദിവസം രാജാവ് അടിമേനെ വിളിച്ചിട്ട് പറയാണ്, അല്ലേ എൻ്റെ ദാസ, നീ ഞാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഒരു മണിക്കൂർ സമയം തരാണ്. ഈ ഒരു മണിക്കൂറിനുള്ളിൽ തനിക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഏതൊരു അറയിലേക്കും പ്രവേശിക്കാം, എവിടെ നിനക്ക് പോകാം, നിനക്ക് കിട്ടുന്നതൊക്കെ എടുക്കാം, നിനക്ക് എല്ലാ സുഖങ്ങളും ആസ്വദിക്കാം. പക്ഷേ ഒരു മണിക്കൂറിനപ്പുറം ഒരു നിമിഷം പോലും തനിക്ക് നൽകൂല എന്ന് പറഞ്ഞു. പിന്നെ അടിമ സന്തോഷത്തോടുകൂടെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരമാകെ ചുറ്റി കാണാൻ തുടങ്ങി. എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാൻ തുടങ്ങി. എല്ലാ ഭക്ഷണ പാനീയങ്ങളും രുചിച്ചു നോക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ ഖജനാവിലേക്ക് എത്തുകയാണ്. വജ്രങ്ങളും പവ്യങ്ങളും നിറഞ്ഞു കിടക്കുന്ന ഖജനാവിൽ അയാളൊന്ന് നോക്കുകയാണ്. എന്നിട്ട് അയാളുടെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയാണ്, തിരിച്ചു പോകുമ്പോൾ എടുക്കാമല്ലേ, ഇനി ഒരു മണിക്കൂർ സമയമുണ്ടല്ലോ. അങ്ങനെ അയാൾ പിന്നെയും മുന്നോട്ടിടുന്നു. അവസാനം അയാൾ മണിയറയിലെത്താണ്, രാജാവിൻ്റെ മണിയറ. ഏതറയിലേക്കും കയറാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ അയാൾ ആ മണിയറയിലേക്ക് പ്രവേശിച്ചു. മണിയറയിൽ പതുപതുപ്പുള്ളൊരു മെത്തയുണ്ട്. അങ്ങനെ അയാൾ മെത്ത ഒന്ന് തൊട്ട് നോക്കി, നല്ല പതുപതുപ്പ്. അയാൾ മെല്ലെ അതിലൊന്ന് കിടന്നു നോക്കി. നിമിഷങ്ങൾക്കകം അതിൻ്റെ വശ്യത അയാളെ ഉറക്കിലേക്ക് ലയിപ്പിച്ചു. അയാൾ ഗാഢനിദ്രയിലായി. ഒരു മണിക്കൂർ പെട്ടെന്ന് തന്നെ തീർന്നുപോയി. അവിടെ ഭടന്മാർ വന്നിട്ട് അയാളെ ഉണർത്തുകയാണ്. അല്ലയോ അടിമേ, എൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിനക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല. ഇപ്പം തന്നെ നീ ഒരു കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങണം. അടിമ കുറേ ചോദിച്ചു, എനിക്ക് ഒരു നിമിഷം കൂടി തരണം, എനിക്ക് സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന്. പക്ഷേ ഒരു നിമിഷം പോലും കൊടുത്തില്ല. അടിമയെ പുറത്താക്കി. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമുക്ക് നാഥനായ അല്ലാഹു തആല ഒരു മാസം നൽകുകയാണ്, റമദാൻ. നമുക്ക് കുറേ ഓഫറുകൾ വെച്ച് ഫർളിന് 70 ഫർളിൻ്റെ കൂലിയും സുന്നത്തിന് ഫർളിൻ്റെ കൂലിയും തന്ന് ഈ ഒരു മാസത്തെ ധന്യമാക്കുമ്പോൾ അതിനുള്ളിൽ നമ്മൾ കിടന്നുറങ്ങി മറ്റു കാര്യങ്ങളിൽ ലയിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓഫർ കിട്ടിയ ഈ ഒരു മാസം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.